ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നും വലിയ കണ്ടന്റ് ഒന്നുമില്ല. മുമ്പത്തെ വീഡിയോയിലും വലിയ കണ്ടന്റ് ഇല്ല. വീഡിയോ പണി കഴിഞ്ഞതിൽ പിന്നെ നമ്മളങ്ങനെ വലിയ കണ്ടന്റ് ഒന്നുമില്ല നമുക്ക്. അപ്പം നമുക്ക് ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം എന്ന് വെച്ചാൽ നമുക്ക് പംകിൻ പൈ ഉണ്ടാക്കണം. അപ്പം പംകിൻ പൈ ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ വേണമെന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. മുട്ട വേണം, പംകിൻ വേണം, എഗ്ഗ്, പിന്നെ ഷുഗറും വേണം. ഷുഗർ നമുക്ക് കിട്ടിയായിരുന്നു. ഷുഗർ ഇവിടുന്ന് ഷുഗർ അവിടെ ആയിട്ടൊരു ഷുഗർ കെയിൻ നിൽപ്പില്ലായിരുന്നോ? ഷുഗർ കെയിൻ പറിച്ച് ഞാൻ ഷുഗർ ആക്കിയായിരുന്നു. പിന്നെ നമ്മുടെ ഈ മുട്ട അതാണ്ട് ഇതിനകത്ത് സാധനങ്ങളെല്ലാം ഉണ്ട്. ഷുഗറുണ്ട്, ഒരു മുട്ട, ഇപ്പം 5 മുട്ട കിട്ടി, 4 ഷുഗർ, 12 പംകിന്. അപ്പോൾ നമുക്ക് എല്ലാം ആയിട്ടുണ്ട്. എന്നാണ് നമുക്ക് ക്രാഫ്റ്റ് ചെയ്തെടുക്കാം. കണ്ടോ പംകിൻ പൈ, നമുക്ക് 4 പംകിൻ പൈ കിട്ടി. പിന്നെ നമുക്ക് മൈനിങ്ങിന് പോയിട്ട് കിട്ടിയ 10 റോയൻ ഞാൻ ക്രാഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ടാക്കിയായിരുന്നു. പിന്നെ ഇപ്പം നമുക്ക് നേരെ കയറി കിടന്നുറങ്ങാം. രാത്രിയായി, പോയി കിടന്നുറങ്ങാം. അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് മുകളിലോട്ട് ഒരു നിലയും കൂടെ പണിതിട്ട് ഇവിടെ ഇത്ര ഇങ്ങനെ ടെറസ് പോലെ ഇങ്ങനെ ഫെൻസ് ഗേറ്റ് വെച്ചിട്ട്, എന്നിട്ട് നമുക്ക് ഈ ബെഡ് പൊളിച്ച് മാറ്റിയിട്ട് അവിടെ ആയിട്ട് സ്റ്റെപ്പ് വെച്ചിട്ട് ചെറിയൊരു റൂം പോലെ, എന്നിട്ട് നമുക്ക് അവിടെ മൊത്തം വിശാലമായ വലിയൊരു ടെറസ് അങ്ങനെ ചെയ്യാനാ. അതിന് നമുക്ക് ഈ ചെസ്റ്റ് അങ്ങ് പൊളിച്ച് കളഞ്ഞേക്കാം. ചെസ്റ്റിനകത്തൊന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് ഈ ചെസ്റ്റ്. പിന്നെ നമുക്ക് ഒരുപാട് ഓക്ക്വുഡ് വേണം. നമ്മുടെ ആവശ്യത്തിന് സ്റ്റോൺ ഉണ്ട്. നമുക്ക് സ്റ്റോൺ വേണം, കോബൽ സ്റ്റോൺ വേണം. കോബൽ സ്റ്റോൺ നമ്മുടെ ഈ ഇരിക്കുന്നത് അത് ഫർണസിനകത്തിട്ട് സ്റ്റോൺ ആയി കിട്ടും. നമുക്ക് ഇപ്പോൾ പടി വെക്കാം. ഫസ്റ്റ് നമുക്ക് കോബൽ സ്റ്റോൺ മതി. പടിക്ക് നമുക്ക് തടി വേണം, 4 തടിയുള്ളൂ, അത് പോരാ. ചെസ്റ്റിനകത്ത് നോക്കാം, എന്തിനകത്തെങ്കിലും കണ്ടോ. ഇനി 2 തടി വേണം. ഏതെങ്കിലും ചെസ്റ്റിനകത്ത് തടി ഉണ്ടോ നോക്കാം. എന്തേ കാണുന്നില്ലല്ലോ. ഇവിടെ ചെസ്റ്റ് ഒന്നും ഇല്ലേ? ബെഡ്റൂം, എന്നിട്ട് അവിടെ ഒരു ചെസ്റ്റ് പോലും ഇല്ല. ഇവിടെ കാണുമായിരിക്കും. ഇതിനകത്ത് സ്റ്റെപ്പുണ്ട്, 16 സ്റ്റെപ്പ്, അത് മതി. അത് ശരിക്കും നമ്മുടെ വീടിൻ്റെ മുകളിൽ ഞാൻ ഡിസൈൻ ചെയ്ത് വെക്കാൻ എടുത്തതാ. അപ്പോൾ അതെടുത്തുകൊണ്ട് പടി പണിയാം. അപ്പോൾ നമുക്ക് നേരെ മുകളിലോട്ട് പോവാം. അതിന് നമ്മൾ ഒരുപാട് നിലയുണ്ടല്ലോ, അതുകൊണ്ട് കയറാൻ കുറച്ച് ബുദ്ധിമുട്ട്. അവിടുന്ന് വല്ലതും തീർന്ന് നമ്മൾ ചത്തു പോകും വേണമെങ്കിൽ ചിലപ്പോൾ. നമുക്ക് ഫസ്റ്റ് മുകളിലോട്ട് പടി വെക്കണമെങ്കിൽ ഡേർട്ട് എടുത്ത് വെക്കാം. ഇപ്പോൾ ഡേർട്ട് ഇരിക്കുന്നുള്ളൂ, അതുകൊണ്ട് നമുക്ക് ഡേർട്ട് എടുത്ത് വെക്കാം. നമ്മളിപ്പം അത് പടി പണിത് കഴിഞ്ഞാൽ അങ്ങ് പൊളിച്ച് കളയും. അതുകൊണ്ടാണ് ഡേർട്ട് വെക്കുന്നത്. അവിടെ മുകളിൽ ഡേർട്ട് വെക്കണ്ട, പൊളിച്ച് കളയാം. എന്നിട്ട് നമുക്ക് പടി വെക്കാം. ഇനി അടിയിലും കൂടെ ഒരു പടി, പടിയുടെ പണി തീർന്ന്. അപ്പം നമുക്കിനി ഈ ഡേർട്ട് അങ്ങ് പൊളിച്ചെടുത്തേക്കാം. പിന്നെ നമുക്ക് ഓക്ക്വുഡ് വേണം, സ്റ്റോണും വേണം. സ്റ്റോൺ നമ്മുടെ ഈ ആവശ്യത്തിനുണ്ട്. ഓക്ക്വുഡ് ഉണ്ടോ സംശയം. അതുകൊണ്ട് എൻ്റെ ഫാമിൽ നിൽക്കുന്ന ഒരു സ്കെലിട്ടൺ അല്ലേ, ഷീൽഡ് പിടിച്ചുകൊണ്ട് താഴെ വേണം ലൈഫ് പോവും. നമുക്ക് ആ സ്കെലിട്ടൻ്റെ അടുത്തോട്ട് പോവാം. ഫസ്റ്റ് കുറച്ച് ഫുഡ് കഴിച്ച് ലൈഫ് കയറ്റാം. അടിയിലിടണം. ഇങ്ങനെ ഇപ്പം വീണപ്പോൾ ലൈഫ് കുറഞ്ഞില്ല. നമുക്ക് പോവാം. എന്നെ കണ്ട് വെള്ളത്തിൽ കിടക്കുക. ഞാനിതെടുത്ത് മാറ്റിയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, എനിക്ക് ഇതായിരുന്നു കിട്ടിയത്, വീറ്റ്. പിന്നെ വീറ്റിൻ്റെ സീഡ്സും കിട്ടി. ഒരു വട്ടം കൂടെ കിട്ടിയാൽ ചാവും. ചത്ത്
ഒന്നും അടിക്കേണ്ടി വന്നില്ല. അതുകൊണ്ട് അതാണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ഗ്രാസായി കിടക്കുന്നേ. ഞാനിപ്പം ഇനിയും കുറച്ച് കഴിഞ്ഞിട്ട് നടണം. എനിക്ക് ഈ പംകിൻ കുറച്ചുണ്ടല്ലോ, അത് പംകിൻ സീഡ്സ് ആക്കിയിട്ട് എനിക്ക് ആ പംകിൻ സീഡ്സ് കൊണ്ടുപോയി നടണം. നമ്മുടെ അയൺ ഗോളത്തിന് എങ്ങനെയാ ഇത് കൊടുക്കുന്നത്? അയൺ ഇൻഗോട്ട് ഞാൻ കുറേ കൊടുക്കാൻ നോക്കി, അവിടെ പറ്റുന്നില്ല. അതുകൊണ്ട് എൻ്റെ അയൺ ഗോളം എല്ലാം ചത്തു പോകുന്നത്. നമുക്ക് ഇപ്പം നമ്മുടെ ഈ ഓക്കുഡും വേണം, സ്റ്റോണും വേണം. അതെവിടെ കിട്ടും? എവിടെയെങ്കിലും കാണും. ഇതിനകത്ത് തടിയുണ്ടോ? ഇല്ല, സാധാ തടി കാണണ്ടേ. ഇതിനകത്തോ 64 തടിയുണ്ട്. നമുക്ക് അത്രയും പോരാ. പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ നമുക്ക് സ്റ്റോൺ നമുക്ക് എവിടെ? അടിയിൽ കാണും. അടിയിൽ കാണാതിരിക്കത്തില്ല. അയ്യോ, അടിയിലും ഇല്ലേ? ഇതിനടിയിൽ കാണും. ഇവിടെ ഉണ്ടോ? 3 എണ്ണം ഉണ്ട്, അതെടുത്ത് വെച്ചേക്കാം. പിന്നെ അപ്പുറത്ത് നോക്കാം. അപ്പുറത്ത് അതിനകത്തും ഇല്ല. ഇതിനകത്ത് മുട്ടയും സ്പൈഡറയും ഫ്ലിൻറ്റും ഒക്കെ ഇരിപ്പുണ്ട്. ഇതിനകത്ത് പിന്നെ ഒബ്സീഡിയൻ നമുക്ക് ഇല്ല. ഒരു സ്മിത്ത് ഉണ്ടല്ലോ, വെപ്പൺ സ്മിത്തിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയത് നമുക്ക് ഒബ്സീഡിയൻ 4 പിന്നെ ഞാൻ ആ വെപ്പൺ സ്മിത്തിൻ്റെ വീട്ടിൽ കുറച്ച് ലാവ അടപ്പുണ്ടായിരുന്നു. ലാവയ്ക്കകത്ത് വെള്ളം കോരി ഒഴിച്ച് അവിടെ ഒബ്സീഡിയൻ ആക്കി വെച്ചിട്ടുണ്ട് ഒരെണ്ണം. ആ ഒബ്സീഡിയൻ ഇനിയും പോയി പൊളിച്ചെടുക്കണം. പിന്നെ ബ്ലാക്ക് വൂള് കണ്ടിട്ട് ആരും ഒബ്സീഡിയൻ ആണെന്ന് വിചാരിക്കില്ലേ. ഇപ്പം നമുക്ക് മോളിൽ പോയി വീട് പണിയാം. ഇപ്പം മാക്കി പണിയാം. പിന്നെ ഈ വീഡിയോ ചെറുതാണെന്നറിയാം, കാരണം കണ്ടൻ്റ് ഒന്നും ഇല്ല ഉണ്ടാ ചെറുതായത്. ഇതിനകത്ത് കോബൽ സ്റ്റോൺ ഉണ്ട്, ഞാൻ പറഞ്ഞില്ല, ആവശ്യത്തിന് കോബൽ സ്റ്റോൺ ഉണ്ട്, കയ്യിലും കോബൽ സ്റ്റോൺ ഉണ്ട്. പിന്നെ നമ്മൾ അടുത്ത വീഡിയോയിൽ തീർക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.